പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ബലി അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻപാകെ അലച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഞങ്ങൾ ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ശ്രീഹന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട് അങ്ങയുടെ സഭയെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങയുടെ വചനമനുസരിച്ച് വിശുദ്ധിയിൽ വളരുവാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. രക്ഷയുടെ ഉറവിടമായ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. യഹോവയാം ദൈവമിന്നിടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമിന്നിടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൽ മൃദുശയ്യകളിൽ അവൻ എന്നെ കിടത്തുന്നു.
ഒരുക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനോട് കൂടെയുണ്ടല്ലോ, തന്നിടും ആശ്വാസം തൻവടിമേൽ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന് പ്രത്യക്ഷ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവർത്തിയനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 29, 19 മുതൽ തിരുവചനങ്ങൾ. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദയർ അപ്രത്യക്ഷരാവുകയും നിന്ദിതർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗരകവാടത്തിൽക്കലിരുന്ന് ശാസിക്കുന്നവന് കെണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരുൾ ചെയ്യുന്നു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവൻ്റെ മുഖം വിവരണമാവുകയില്ല. ഞാൻ ജനത്തിൻ്റെ മധ്യ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിൻ്റെ ദൈവത്തിന് മുമ്പിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി.
എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 2, 1 മുതൽ 12 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അവമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. സുവിശേഷം ബലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, അത്യാഗ്രഹത്തിൻ്റെ പുറങ്ങുപ്പായം ധരിച്ചിട്ടുമില്ല. അതിന് ദൈവം തന്നെ സാക്ഷി. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. രാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി. നിങ്ങളോടുള്ള അതീവ താല്പര്യനിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവനെ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യഭാജനങ്ങളായിരുന്നു. സഹോദരരെ, ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിലാർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാപ്പകൽ അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും നിഷ്കളങ്കവുമായിരുന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ്. പിതാവും മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജീവനരുളും വചനം ലോകമകിലം നൽകാൻ ദൈവശക്തിയിൽ നിറയൂ യേശുവിൻ പ്രിയജനമേ. ജീവനരുളും വചനം ലോകമകിലം നൽകാൻ ദൈവശക്തിയിൽ നിറയൂ യേശുവിൻ പ്രിയജനമേ. വിശ്വാസത്തിൻ്റെ പരിചയമേന്തി ആത്മാവാകുന്ന വാൾ ധരിച്ച് യേശുനാഥന്റെ പടയാളികള പോകാനണി ചേരൂ. അയക്കണമേ വളരെ വിരളം വിളവിന്റെ നാദാനി എന്നെ അയക്കണമേ. നമുക്ക് സദാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 17 വാക്യങ്ങൾ 11 മുതൽ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോകുകയായിരുന്നു. അവൻ്റെ ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങൾക്ക് അനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിലൊരുവൻ താൻ രോഗവിമുക്തനായെന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു,
10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലല്ലോ. അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മിശിഹായുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ട ഭാഗം 10 കുഷ്ഠരോഗികളുടെ വചനഭാഗമാണ്. മനുഷ്യർ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും പക്ഷേ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടിയത്. അത് നന്ദി എന്ന വാക്കാണ്. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും കിട്ടണമെന്ന്, പക്ഷെ നമ്മൾ കൊടുക്കാനും മറന്നുപോകും, പറയാനും മറന്നുപോകും. അതിൽ മനുഷ്യർ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോകാറുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ടോണി എന്ന് പറയുന്ന ഒരു കൊച്ചുമകനുണ്ടായിരുന്നു. അവന് സ്വർഗത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചാൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഈ ടോണിയെ സ്വർഗത്തിലേക്ക് യാത്ര പറഞ്ഞു വിടുകയാണ്. സ്വർഗത്തിലേക്ക് അവനെ സ്വീകരിച്ചത് പരിശുദ്ധി അമ്മയാണ്. പരിശുദ്ധി അമ്മ അവന് കരങ്ങളൊക്കെ പിടിച്ച് സ്വർഗത്തിൽ ഓരോ ഭാഗങ്ങളിനെ കാണിക്കാനായിട്ട് കൊണ്ടു നടക്കുകയാണ്. ഈ നടക്കുന്ന സമയത്ത് ഇവൻ ഭൂമിയിലായിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് മാലാഖമാരെക്കുറിച്ചും മാലാഖമാരുടെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ടോണി അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് മാലാഖമാരെ കാട്ടിത്തരണം, മാലാഖമാരെന്താണ് ചെയ്യുന്നതെന്ന് കാട്ടിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധി അമ്മയോട് പറയുക. അങ്ങനെ പരിശുദ്ധി അമ്മ ഈ ടോണിയുടെ കരം പിടിച്ച് മാലാഖമാരുടെ സ്ഥലങ്ങളിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ബഹുനില കെട്ടിടത്തിന് മുമ്പിൽ ചെന്നാണ് നിന്നത്. അതിൻ്റെ പുറകിൽ തന്നെ മാലാഖമാരുടെ വീടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കെട്ടിടത്തിലോട്ട് കയറി അവിടെ ചെന്ന് ആദ്യത്തെ നിലയിലാണ് ആദ്യം ചെന്നത്. അത് വലിയൊരു ഓഫീസാണ്. ആ ഓഫീസിൽ ഒരുപാട് മാലാഖമാർ ജോലി ചെയ്യുന്നു. ഭയങ്കര തിരക്കിട്ട ജോലിയാണ്. അവർ പരസ്പരം സംസാരിക്കുന്നില്ല, ഫ്രീ ആയിട്ട് ആരും ഇരിക്കുന്നില്ല, എല്ലാവരും തിരക്കിട്ട ജോലിയിലാണ്. ഈ തിരക്കിട്ട ജോലിക്കിടയ്ക്ക് പരിശുദ്ധ അമ്മ ടോണിക്ക് മാലാഖമാരെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ടോണി നോക്കാൻ പോലും സമയമില്ലാതെ, പരിശുദ്ധമ്മ മൈൻഡ് പോലും ചെയ്യാതെ ഈ മാലാഖമാർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന കാര്യം എന്നുള്ളത് കുറേ പേരുകൾ, കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. ഇതൊക്കെ ആയിട്ട് മുകളിലോട്ട് പോകുന്നു, വീണ്ടും തിരിച്ച് താഴത്തോട്ട് വരുന്നു, ടൈപ്പ് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, തിരിച്ചും മുകളിലോട്ട് പോകുന്നു. ഇതാണ് അവരുടെ ജോലി. അതിനകത്ത് വിശ്രമമില്ല. കുറച്ച് നേരം നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ടോണിക്ക് വരെ സങ്കടമായി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഒരു മാലാഖമാരെ കാണാൻ പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോൾ ടോണിക്ക് സങ്കടമായി. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്കൊന്ന് പോവാം, ഇവിടെ നിൽക്കണ്ട, ഒരു തിരക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധമ്മ പറഞ്ഞു, ഇതിന് മുകളിൽ മറ്റൊരു നിലയും കൂടിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ടോണിയും കൊണ്ട് അങ്ങോട്ട് പോവാം. 2ാം നിലയിലേക്ക് ചെന്നു. ആ നിലയിൽ ചെന്നപ്പോൾ അധികം തിരക്കൊന്നുമില്ല. ഇവരെല്ലാവരും ഇതുപോലെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. പരിശുദ്ധമ പരിചയപ്പെടുത്തി, കുറച്ചുപേരൊന്ന് പരിചയം പുതുക്കി, കുറച്ചുപേരെ കണ്ടു വർത്താനം പറഞ്ഞു, അവനൊന്ന് കളിപ്പിച്ചു, അവന് ചെറിയ സമ്മാനങ്ങൾ കൊടുത്തു. എന്നാലും അത്യാവശ്യത്തിന് തിരക്കുണ്ട്. അവരുടെ കാര്യം എന്നുള്ളത് അവർ ഇതേ സെയിം കാര്യം തന്നെയാണ്. അവർ ടൈപ്പ് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, അതെല്ലാമായിട്ട് താഴോട്ട് പോകുന്നു. ടൈപ്പ് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, താഴോട്ട് പോകുന്നു. ഇതാണ് സംഭവം. കുറച്ച് സംസാരിച്ച് ടോണി പറഞ്ഞു, നമുക്കെന്നാൽ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് പരിശുദ്ധം പറഞ്ഞു, ഒരു നിലയും കൂടി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ടോണിയും കൊണ്ട് 3ാമത്തെ നിലയിലോട്ട് പോകാം. 3ാം നിലയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മാലാഖമാർക്ക് വെറുതെ ഇരിക്കുകയാണ്. ജ്യൂസും കുടിച്ച് ചായയും കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ടോണിക്ക് സംശയമായി. കാരണം താഴത്തെ നില ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഒരാൾക്ക് പോലും മൈൻഡ് ചെയ്യാൻ പറ്റി. 2ാം നില പിന്നെയും മൈൻഡൊക്കെ ചെയ്തു. 3ാം നില വളരെ സ്നേഹപൂർവ്വം കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്ന കുറേ മാലാഖമാരാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, ഈ മാലാഖമാർക്ക് പണിയൊന്നുമില്ലേ, ഇവരെന്താ ഫ്രീ ആയിട്ടിരിക്കണതെന്ന് ടോണി ചോദിച്ചപ്പോൾ പരിശുദ്ധി അമ്മ ടോണിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ കണ്ട 3 മാലാഖമാർക്ക് 3 ജോലിയാണ്. ആദ്യം കണ്ട മാലാഖമാരെന്നുള്ളത് അത് ഈ ഭൂമിയിലെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന മാലാഖമാരാണ്. അവർക്ക് സദാസമയവും പണിയിരിക്കും. പണി കഴിഞ്ഞൊരു സമയം ഒഴിവില്ല, ഫുൾ ടൈം പണിയാണ്. എപ്പോഴും പ്രവർത്തന നിരതരാണ് അവർ. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും വിശ്രമിക്കാൻ സമയം കിട്ടാറില്ല. അവർക്കെപ്പോഴും ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥനകളുടെ ആ ഒരു ഭാരം കൊണ്ട് അത് ദൈവത്തെ അറിയിക്കാൻ പോവുകയും അങ്ങനെ തിരക്കിട്ട ജോലികളാണ്. 2ാമത്തെ നിലയിൽ നീ കണ്ട ആൾക്കാരെന്നുള്ളത് അവർ ദൈവം സ്വീകരിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്ന മാലാഖമാരാണ്. അവരതിൽ നിന്ന് ദൈവം എന്തിനൊക്കെയാണ് ഉത്തരം കൊടുക്കാൻ പറയുന്നത് അതെല്ലാം മറുപടിയായി ഭൂമിയിലോട്ട് പോകും. അതാണ് അവരുടെ ജോലി.
അപ്പോൾ മൂന്നാമത്തെ നിലയിൽ കണ്ടവരോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മൂന്നാമത്തെ നിലയിലുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് പോയ പ്രാർത്ഥനകൾക്ക് വല്ല ഉത്തരം വന്നോ എന്ന്, അതിന് മറുപടി കിട്ടിയോ, അവർ നന്ദി പറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടിയുള്ള മാലാഖമാരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നന്ദിയൊന്നും അധികമൊന്നും വരാറില്ല. അതുകൊണ്ട് ഫുൾ ടൈം ഒരു ഫ്രീ ആണ് എന്നാണ് പരിശുദ്ധി അമ്മ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ നന്ദി എന്ന വാക്ക് മനുഷ്യൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ പറഞ്ഞു വെച്ച ഈ 10 കുഷ്ഠരോഗികളുടെ കാര്യത്തിലും അതിൽ 10 പേര് സുഖപ്പെട്ടു. അതിലൊരുവൻ മാത്രം ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ സവിധത്തിൽ വന്ന് യേശുവിന് നന്ദി പറഞ്ഞു. യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ 10 പേരിൽ സുഖപ്പെട്ടത് അതിൽ മറ്റാർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ നന്ദി എന്ന വാക്ക് അത് അനുഗ്രഹം തരുന്നൊരു കാര്യമാണെങ്കിലും ആ അനുഗ്രഹം രക്ഷാകരമാകുന്നത് നമ്മെ അനുഗ്രഹിച്ചവനെ നന്ദിയോടെ ഓർക്കുമ്പോഴാണ്. ദൈവത്തെ നന്ദിയോടെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം രക്ഷാകരമാകുന്നത്. ദൈവത്തിന് ഈ വാക്കുകൾ കേട്ട് നന്ദി കേട്ട് ദൃഢങ്ക പുളകിതനാകാനോ സന്തോഷിക്കാനൊന്നുമല്ല, മറിച്ച് അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഈ നന്ദി പറയുക എന്നത്, ഈ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നത്. നമ്മൾ നന്ദി പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും. ജലപ്രളയത്തിന് ശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നോഹയെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അടിമത്തിൽ നിന്ന് മോചിച്ച് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആ ജനം മോശ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാം ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുന്നത് ജോബിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് സർവ്വം സമർപ്പിച്ച പരിശുദ്ധിമയെ കാണുന്നുണ്ട്. ഓരോ കാര്യത്തിനു മുമ്പും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നന്ദി എന്നത് അത് നമ്മൾ കൊടുക്കാൻ കടപ്പെട്ടവരാണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കേണ്ട ഒരു കാര്യമാണെന്നും ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എന്തിനൊക്കെയാണ് നന്ദി പറയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദി പറയാനുണ്ട്. ഇന്ന് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ മഴയില്ലാതെ വരാൻ പറ്റിയതിന് ദൈവത്തിന് നന്ദി പറയേണ്ടത് ഒരു കാര്യമാണ്. ചിലപ്പോൾ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വരുന്ന ബസ് സമയത്തിന് കിട്ടി, നേരം വൈകി വന്നു, അതും ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ രോഗങ്ങളും വിഷമങ്ങളും ഉണ്ടായപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചപ്പോൾ ദൈവം ആരെയോ ഒരു പരിചയമില്ലാത്ത മനുഷ്യരിൽ പോലും നമുക്ക് സഹായം കൊണ്ടുതന്ന് നമ്മെ സഹായിച്ചത് ദൈവത്തിന് നന്ദി പറയേണ്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാനുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ദൈവത്തിന് സ്തുതിക്കുമെന്ന് സങ്കീർത്തനം പറയുമ്പോൾ ഓരോ ദിവസത്തിൻ്റെ ഓരോ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഘടകമാണ്. ഒരു ദിവസം 86,400 സെക്കൻഡ് ഒരു മനുഷ്യനുള്ളതിൽ ഒരു സെക്കൻഡ് മതി നമുക്ക് നന്ദി പറയാനായിട്ട്. അങ്ങനെ ഒരു നന്ദി പറയുന്നൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നന്ദി എന്ന വാക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അക്ഷരച്ചെപ്പ് എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ അതിലൊരു ഡോക്ടറുടെ ഒരു അനുഭവം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തി അയച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് സൗഖ്യം എൻ്റെ കരങ്ങളിൽ നിന്ന് കിട്ടിയതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ആരും തിരിച്ചു വന്നിട്ടില്ല. അവർ മരണപ്പെട്ടു പോയതല്ല, മറിച്ച് അവരാരും സുഖപ്പെട്ടു പോയതാണ്. പക്ഷേ ഈ സുഖപ്പെട്ടു പോയവരിൽ ഒരാളും തിരിച്ചു വന്ന് എനിക്ക് നന്ദി പറഞ്ഞ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലെന്ന് ആ ഒരു ഡോക്ടർ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാൻ കടപ്പെട്ട ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിനുണ്ടെന്നും അവർക്ക് നന്ദി പ്രകടിപ്പിക്കണമെന്നും ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മിക്കുന്നു. വിശുദ്ധ ക്ലാര പുണ്യവതി അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ കിടന്ന് അവസാനം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് ഈ ഭൂമി കാണാൻ അവസരം തന്ന ദൈവത്തിന്, എനിക്ക് ജന്മം നൽകിയ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയോടുകൂടി തന്നെയാണ് ആ വിശുദ്ധ ഈ ലോകം വിട്ടുപോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്ദി എന്ന വാക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാനും ഈ കുഷ്ഠരോഗികൾക്ക് സൗഖ്യം ലഭിച്ച് അതിലൊരുവൻ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൗഖ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹപ്രദമാകുന്നത് നമ്മെ അനുഗ്രഹിച്ചവനെ നന്ദിയോടെ ഓർക്കുമ്പോഴാണെന്നുള്ള കാര്യത്തോടു കൂടെ ജീവിതത്തിൽ ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് തിരുവചനം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക്
പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ലേഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനമേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവ വിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗസൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിത രംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസനത്തെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈശോയ്ക്ക് നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്? ഈശോയ്ക്ക് നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്തു സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവമോഹങ്ങളും. എന്നെയും എൻ സർവമോഹങ്ങളും. അതുപോലാത്മജനും ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകത സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനോ കർത്താവിന്നിരിക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയ
എളിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകടന്ന് ചൊരിയുവിരിന്നീക്കും നവം പ്രാർത്ഥനയും പശ്ചാത്താപവുമായി കൃപത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരശിവായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന് നമുക്ക് നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പ് നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമ്മൾ സമർപ്പിക്കാൻ പോകുന്ന സ്തോത്ര കാഴ്ച നമ്മുടെ കരങ്ങളിലേക്ക് എടുത്ത് പിടിക്കാം. കരുണവാനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കളെ അങ്ങ് ദയാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന ദശാംശത്തെ അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങ് നൽകിയ എല്ലാ നല്ല വഴികളെയും ഈ ആഴ്ചയിലെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളെയും നിയോഗങ്ങളെയും ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും എല്ലാം അങ്ങയുടെ ദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുവാനും അങ്ങ് നൽകിയ ആയുസ്സും ആരോഗ്യവും ഉപയോഗപ്പെടുത്തി ഞങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന ഇതിൽ നിന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന ദശാംശത്തെ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങ് കാണണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ കൃപാദാനങ്ങളും നൽകി ഇനിയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും അങ്ങ് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തന്നെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തിരുമേശ നിറവേറ്റാൻ അങ്ങേ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
കളയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദൃഗത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടി. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയബദ്ധജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സംബന്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാം യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാനത് യുക്തവുമാ, ന്യായവുമാനത് യുക്തവുമാ, ന്യായവുമാനത് യുക്തവുമാ, ന്യായവുമാനത് യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികൾ ആയിരങ്ങളും മാലാകമാരുടെ 10,000-ങ്ങളും മഹോന്നതൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും സ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. വാനവഗായകർ നിരനിരയായി കിന്നരവീണകൾ മീട്ടിമുതാ ഏകസ്വരത്തിൽ പാടുകയായി സർവേശ്വരനേ ഓശാന. ഗായകർ നിരനിരയായി
സ്വരവീണകൾ നീട്ടി മുതാ ഏക സുഖത്തിൽ പാടുകയാ സർവേശ്വരനേ ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതിയിൽ അർപ്പിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ ബലിപീഠത്തിൽ ഉയർത്തപ്പെടുന്ന തിരുശരീരത്തോടും തിരുരക്തത്തോടും ചേർത്ത് നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും ഈ സമയം നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി ഭുജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവസ്വം മുൻപിലടച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക ഭരണാധികാരിമാർ റൂമിലെ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ മെത്രാപ്പൊലിത്താക്ക് വേണ്ടിയും രൂപതധ്യക്ഷൻ പോളി മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരി എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിൽ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഇടവക സമൂഹത്തിലെ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടിയും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സമർപ്പിതർക്ക് വേണ്ടിയും എല്ലാ ദമ്പതിമാർക്കും യുവതി യുവാക്കന്മാർക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയും വിദേശത്ത് വിദൂരത്തുമായ പലവിധ കാരണം വ്യാപൃതരായിരിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിലിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പരീക്ഷയ്ക്ക് മുൻകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാർക്ക് വേണ്ടിയും വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്കും വേണ്ടിയും തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കും വേണ്ടിയും ഈ ലോകം മുഴുവനും രോഗികളായി കഴിയുന്നവർക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും വേണ്ടിയും വിധവകൾക്കും ഏകസ്ഥർക്കും വേണ്ടിയും നല്ല കാലാവസ്ഥയ്ക്കും നല്ല ദൈവവിളിക്കും വേണ്ടിയും
എല്ലാ വ്യാപാരി വ്യവസായികൾക്കും കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയും വന്യമൃഗങ്ങളുടെ ആക്രമണം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കൃഷിയിടങ്ങളെയും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെ കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ ലോകം മുഴുവനും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതിനും യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോവിന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകം അങ്ങേ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നിതാ, പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി. ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നിതാ, പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി. നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹക്കൂദാശയാൽ ഈശോ അണയുന്നിതാ. നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹക്കൂദാശയാൽ ഈശോ അണയുന്നിതാ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, സ്വർഗീയമാംവരദാനമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, നിത്യവും ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, സ്വർഗീയമാംവരദാനമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, നിത്യവും ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും
നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കളങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണായ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിന് സൈന്യങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തപാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ഞങ്ങൾ പരിപോഷിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോട് ചേർന്ന് അങ്ങ് പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കും
പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. വഴിനാഥൻ നമ്മൾ കേകി നവജീവൻ ദിവ്യനിണത്താൽ ഗാത്രത്താൽ നൽകി വിണ്ണിൻ സമ്പത്തും തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൻ സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവാൻ വിശ്വാസത്തിലധിഷ്ഠിതമാ സ്നേഹസമൂഹം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിലെങ്ങും നൽകിടുവിൻ. ജീവനെഴും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴുമെപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ കർത്താവിന്റെ കൃപയുടെ സ്വസ്തി. നിന്നെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈ വീട്ടിൽ എത്തിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴല്ലേ എന്നറിഞ്ഞുകൂടാ.